എല്ലാവർക്കും നമസ്കാരം. മറുനാടൻ മലയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ഡോക്ടർ വിജയലക്ഷ്മിയാണ്. ഡോക്ടർ വിജയലക്ഷ്മിനെ അങ്ങനെ അത്ര പെട്ടെന്ന് മലയാളികൾക്ക് മറക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് അതൊരു സമര പോരാളിയാണ് ഡോക്ടർ വിജയലക്ഷ്മി. കേരള യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടർ ആയിരുന്നു. 2017 മാർച്ച് 30 ഡോക്ടർ വിജയലക്ഷ്മിക്ക് നേരെ SFIയിലെ പ്രവർത്തകർ അവർക്ക് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് സ്റ്റുഡന്റ് ആക്ടിവിസത്തിന്റെ ഫണ്ട് അനുവദിക്കുന്നില്ല എന്ന ഒരു ആരോപണം നടത്തിക്കൊണ്ട് വിജയലക്ഷ്മിക്കെതിരെ ഒരു ഖരാവോ നടത്തുന്നു, മുറിയിൽ പൂട്ടിയിടുന്നു, ഉപദ്രവിക്കുന്നു. പക്ഷെ വിജയലക്ഷ്മി ആവശ്യപ്പെട്ടിരുന്നത് ഒരേ ഒരു കാര്യം മാത്രമായിരുന്നു. ഇതിനു മുൻപ് അനുവദിച്ചിരുന്ന ഫണ്ടിന്റെ ബില്ലുകൾ, നൽകിയ പണത്തിന്റെ ബില്ലുകൾ ആവശ്യമുണ്ട്. അത് നൽകിയാൽ മാത്രമാണ് തുടർന്ന് പണം അനുവദിക്കാൻ പറ്റുകയുള്ളൂ. വിജയലക്ഷ്മി അങ്ങനെ സാധാരണക്കാരിയായിരുന്നില്ല. തനിക്ക് നേരെ നേരിട്ട നീതി കേടിനെതിരെ നിയമ പോരാട്ടത്തിൽ ഉൾപ്പെടെ മുന്നോട്ട് പോയി. മാം നമസ്കാരം. നമസ്കാരം. മാം സുഖമായിരിക്കുന്നു. ഇപ്പൊ എവിടെയാണുള്ളത്? ഇപ്പൊ ഞാൻ അമേരിക്കയിലെ ഹ്യൂസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെപ്യൂട്ടേഷനിലാണ്. ഓക്കെ. നാട്ടിലേക്ക് വന്നിരുന്നു അടുത്തിടയ്ക്ക്? അതോ കഴിഞ്ഞ ജൂണിൽ ഒരിക്കൽ ഞാൻ വന്നിരുന്നു. നമ്മുടെ കേസിന്റെ അവസ്ഥ എന്താണ്? ഇപ്പോഴും കേസ് ഉണ്ടോ? കാര്യം ഇടയ്ക്ക് അതിങ്ങനെ വാർത്തകളിൽ നിറയും, പിന്നീട് വാർത്തകളിൽ നിന്ന് ഒഴിവാകും. അതെ, ആ കേസ് എന്തായാലും നിലനിൽക്കുന്നുണ്ട്. രഹീമിന്റെ നേതൃത്വത്തിൽ കുറെ 200 SFIക്കാർ വന്ന് എന്നെ പീഡിപ്പിച്ചതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എന്താണ് സത്യത്തിൽ അന്ന് സംഭവിച്ചത്? കാരണം പല പെർസ്പെക്റ്റീവിലാണ്. ഒന്ന്, പ്രധാനമായും താങ്കൾ കേരളത്തിലെ പ്രധാനപ്പെട്ട സ്റ്റുഡന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനയെ ശക്തമായി അതിന്റെ പ്രവർത്തനങ്ങളെ എതിർത്ത് നിന്നു. അതിൽ നിയമപോരാട്ടത്തിന് പോയി. പ്രമുഖരായ നേതാക്കളാണ് പ്രതി ചേർക്കപ്പെട്ടത്. എന്താണ് സത്യത്തിൽ അന്ന് സംഭവിച്ചത്? അന്ന് സംഭവിച്ചത്, ഞാൻ സ്റ്റുഡന്റ് സർവീസസ് ഡയറക്ടറായിട്ട് എന്നെ നോമിനേറ്റ് ചെയ്തിരുന്നു. ഞാൻ അത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഒരിക്കലും SFIക്കെതിരെ പ്രവർത്തിച്ചിട്ടുള്ള ആളല്ല മനുജ. എന്താ സംഭവിച്ചതെന്ന് വെച്ചാല്, SFI യൂണിയൻ ആയിരുന്നു ആ സമയത്ത് വിജയിച്ചിരുന്നത്. അവരായിരുന്നു ആ സ്റ്റുഡന്റ് സർവീസസിലെ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത്. അപ്പോൾ യൂത്ത് ഫെസ്റ്റിവൽ നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി അനുവദിച്ചിട്ടുള്ള തുകയെ അവർക്ക് സാങ്ഷൻ ചെയ്ത് ആൾറെഡി 22.5 ലക്ഷം രൂപ കൊടുത്തു. അതിന്റെ ബിൽസ് ആൻഡ് വൗച്ചേഴ്സ് കിട്ടാത്തതിന്റെ പേരില് ഞാൻ ആ ബിൽസ് ആൻഡ് വൗച്ചേഴ്സ് തന്നാൽ മാത്രമേ അടുത്തത് സാങ്ഷൻ ചെയ്യുള്ളൂ എന്ന് ഒരു നിലപാടെടുത്തു. എന്നുവെച്ചാൽ എനിക്ക് മുമ്പുണ്ടായിരുന്ന ഒരുപാട് ഡയറക്ടേഴ്സ് ഇതുവരെ പെൻഷൻ വാങ്ങിച്ചിട്ടില്ല. എല്ലാം കോടികളുടെ ലൈബിലിറ്റി ആയിട്ടുള്ളത് കൊണ്ട് യൂണിവേഴ്സിറ്റി കർശനമായ ഒരു നിലപാടെടുത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എങ്കിലും അപ്പോഴത്തെ ഒരു സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് ഞാൻ ഒപ്പിട്ട് വെച്ചിട്ട് മുകളില് PVC വിളിക്കാൻ പോയ സമയത്ത് ഇവര് വളരെ പ്ലാൻഡ് ആയിട്ട് എന്നെ 3-4 മണിക്കൂർ പിടിച്ചിരുത്തി. അത് കഴിഞ്ഞിട്ട് അവര് പറഞ്ഞ ഇതൊരു സമര രീതിയാണ്, ഇതിനൊന്നും പ്രതികരിക്കരുത്. ഞാൻ പോലീസിൽ കേസ് കൊടുത്തു, CMനെ പരാതി അയച്ചു. ഒന്നും നടന്നില്ല. അവസാനം ഗവർണറിനെ പോയി നേരിട്ട് കണ്ടിട്ടാണ് ഞാനൊരു കേസ് തന്നെ രജിസ്റ്റർ ചെയ്തത്. അത് കോടതിയിൽ ഇപ്പോ ചെറിയ ഫീബിൾ ആയിട്ടുള്ള സെക്ഷൻസ് ഒക്കെ ഇട്ടിട്ടാണ്. ആ കോടതിയിൽ ഇപ്പോഴും ഉണ്ട്. കുറെ വർഷങ്ങളായി, 2017 തൊട്ട് നിങ്ങൾ 8 വർഷമായി ഇപ്പോഴും ആ കേസ് നടക്കുകയാണ്. ഇടയ്ക്ക് ഗവൺമെന്റ് അത് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിച്ചു. അത് അപ്പീൽ പോവുകയൊക്കെ ചെയ്തു. പക്ഷെ കോടതിക്ക് മനസ്സിലായി ഇതിന്റെ എന്താ പറയാ, ഇതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായത് കൊണ്ട് കോടതി ഗവൺമെന്റിന്റെ ആവശ്യം നിരാകരിക്കുകയും ആ കേസ് ഇപ്പോഴും തുടരുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ മാം, സത്യത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അനിവാര്യമാണ്. ഞാൻ കൊടി പിടിക്കുന്ന രാഷ്ട്രീയത്തിന് എതിർക്കുന്ന വ്യക്തിയാണ്. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യം. ഇപ്പൊ മാമിനും രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടാവും, എല്ലാ തരത്തിലും ഉണ്ടാവും. പക്ഷെ ഒരു ക്യാമ്പസിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ വിദ്യാർത്ഥി യൂണിയനുകൾ ആവശ്യമാണ്. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയം പറയാനും പ്രവർത്തിക്കാനും അനുവദിക്കുന്ന ഒരു ജനാധിപത്യ രാഷ്ട്രീയത്തെ. പക്ഷെ സത്യത്തിൽ പലപ്പോഴും ഇത് കടന്ന് നല്ലൊരു ചോദ്യമാണ് മനുജ. അത് സത്യത്തില് ഞാനും കോളേജിൽ പഠിക്കുമ്പോൾ, ഞാൻ ഗവൺമെന്റ് കോളേജ് പാലക്കാടിൽ പഠിച്ചത്, ചിറ്റൂർ കോളേജിൽ പഠിച്ച ആളാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഞാനും ഒരുപാട് വർഷങ്ങള് പരിചയമുള്ള ഒരാളാണ്. ഞാൻ ഈ ഇടക്കാലം വരെ ഞാൻ കരുതിയിരുന്നത് നമുക്കൊരു സമൂഹത്തിനെ കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാവാനായിട്ട് ഈ സ്റ്റുഡന്റ് രാഷ്ട്രീയം ഒരു പരിധിവരെ സഹായിക്കുന്നുണ്ട്. വെറും സിലബസ് മാത്രം പഠിച്ചു പോകുന്ന ഒരു വ്യത്യസ്തമായി സമൂഹത്തിൽ എന്ത് നടക്കുന്നു, അതിനകത്ത് നമുക്ക് എന്ത്
കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചിന്തയൊക്കെ ഉണ്ടാവാനായിട്ട് തീർച്ചയായിട്ടും സ്റ്റുഡന്റ് രാഷ്ട്രീയം നല്ലതാണെന്നുള്ളതായിരുന്നു എന്റെ കാഴ്ചപ്പാട്. പക്ഷെ ഈ ഇടക്കാലത്ത് എന്റെ ആ കാഴ്ചപ്പാട് മാറി എന്ന് വേണം പറയാനായിട്ട്. ഓക്കെ. അതിന് പ്രധാന കാരണം എന്താന്ന് വെച്ചാല് ഇപ്പോ സ്റ്റുഡന്റ് രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു തരത്തില് സ്ലീപ്പിംഗ് സെൽസിനെ ഉണ്ടാക്കുകയാണ്. ഗുണ്ടായിസം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതിൽ കടന്നിട്ട് ഒരു സ്ലീപ്പിംഗ് സെല്ല് പോലെ പിള്ളേരുടെ സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള ആ ഒരു കഴിവിനൊക്കെ നശിപ്പിച്ച് ഒരു പ്രത്യേക തരം എന്താ പറയാ ഒരു ആശയത്തെ അവരുടെ മനസ്സിലേക്ക് ബ്രെയിൻ വാഷ് ചെയ്ത് കയറ്റുകയും അതിന്റെ പേരില് അവർ തന്റെ സ്വന്തം ജീവനെ പോലും വകവയ്ക്കാതെ പ്രവർത്തിക്കുന്ന ഒരു തരം സ്ലീപ്പിംഗ് സെല്ലുകളായിട്ട് പിള്ളേരെ മാറ്റുന്ന ഒരു രാഷ്ട്രീയമാണ് ഇപ്പൊ കാണുന്നത്. അത് നമുക്ക് ആ കുട്ടികൾക്ക് മാത്രമല്ല, അവരുടെ കുടുംബത്തിനും മാത്രമല്ല, നമ്മുടെ സമൂഹത്തിനും ഒരിക്കലും നല്ലതല്ല. സത്യത്തില് പിള്ളേരുടെ ആവശ്യം എന്താ നിറവേറ്റാൻ വേണ്ടിയിട്ട് കോളേജുകളിൽ തന്നെ ഇലക്ഷൻ നടക്കട്ടെ, അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ തീർച്ചയായിട്ടും വേണ്ട എന്നതാണ്. ഇത് എന്റെ മാത്രം അഭിപ്രായമല്ല, കേരളത്തിലുള്ള വിവരമുള്ള എല്ലാ ആൾക്കാരുടെയും ആഗ്രഹം ഇത് തന്നെയാണ്. സ്റ്റുഡന്റ് പൊളിറ്റിക്സിന്റെ ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെ നിലപാട്. ഓക്കെ മാം. കഴിഞ്ഞ ദിവസം SFIയുടെ സംസ്ഥാന നേതാവായിട്ടുള്ള ഷോ വലിയൊരു പ്രഖ്യാപനം നടത്തി. SFI വിചാരിച്ചാൽ തിരുവനന്തപുരം നഗരം ഞങ്ങൾ നിശ്ചലമാക്കും എന്നാണ്. അതായത് യൂണിവേഴ്സിറ്റി കോളേജിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കുന്നില്ല VC എന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു പ്രതിഷേധം അത് ക്യാമ്പസിനുള്ളിൽ ആരംഭിക്കുന്നു. അത് രാഷ്ട്രീയപരമായ പാർട്ടികൾ ഏറ്റെടുക്കുന്നു. അത് ക്യാമ്പസിന് പുറത്തേക്ക് വരുന്നു. റോഡ് ഉപരോധമാകുന്നു. ഷോയുടെ നേതൃത്വത്തിലുള്ള കൊലവിളികൾ നടക്കുന്നു. സത്യത്തിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് സത്യത്തിൽ ക്യാമ്പസിനുള്ളിൽ നിലനിൽക്കേണ്ട ഒരു പ്രശ്നം, അല്ലെങ്കിൽ രാഷ്ട്രീയം ചർച്ച ചെയ്തു കൊള്ളട്ടെ, പക്ഷേ ഒരു നാടിന്റെ അവസ്ഥയെ തന്നെ അല്ലെങ്കിൽ അതിന്റെ സാമൂഹിക ക്രമീകരണത്തെ തന്നെ വെല്ലുവിളിക്കുകയല്ലേ ഇവർ ചെയ്യുന്നത്. സത്യമാണ്. എനിക്ക് ആർഷയെ കാണുമ്പോൾ വളരെ സങ്കടമാണ് തോന്നുന്നത്. ആ കുട്ടിയൊക്കെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ കൂടി കടന്നു പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ല വേണ്ടത്. യഥാർത്ഥത്തില് കുട്ടികള് ഈ സമൂഹത്തിനെ കുറിച്ച് ചിന്തിക്കുന്ന, സെൽഫിഷ് ആയിട്ട് ചിന്തിക്കാത്ത ഒരു പ്രായമാണ് ഈ യുവത്വം എന്ന് പറയുന്നത്. സ്വന്തം കാര്യം ചിന്താവാന്ന് വിചാരിക്കാതെ ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ഏറ്റവും വൈബ്രന്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. പക്ഷെ ആ കാലഘട്ടത്തിൽ നമ്മള് രാഷ്ട്രീയക്കാരെല്ലാവരും തന്നെ അതിനെ അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടൂളായിട്ട് മാറ്റി അവരെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ കൊണ്ട് എത്തിക്കുന്നതാണ്. എനിക്ക് ആ കുട്ടികളെ കാണുമ്പോൾ വളരെ സങ്കടമാണ് തോന്നുന്നത്. അവർക്ക് അറിഞ്ഞൂടാ അവരെന്താണ് ചെയ്യുന്നത്. അതിന്റെ എനിക്കറിയാവുന്ന ഒരുപാട് കുട്ടികൾ ഇതിന് ശേഷം ഈ കേസിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് വിഡ്രോ ചെയ്യണമെന്ന് പറഞ്ഞ് എന്റെ പുറകെ നടക്കുമ്പോഴൊക്കെ എനിക്ക് സങ്കടം തോന്നിയതാ. ആ കുട്ടികൾക്ക് പിന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. അതുകൊണ്ട് എന്താണ് കാര്യം, സമൂഹത്തിന് വെല്ലുവിളിയാവുന്ന രീതിയിലേക്ക് ഈ ഒരു യുവത്വത്തിനെ മാറ്റുന്നതിന്റെ കുറ്റബോധം ഒട്ടും തന്നെ ഇല്ലാതെ രാഷ്ട്രീയക്കാർ വന്നിരുന്ന് സംസാരിക്കുമ്പോഴേ അത് എന്താ പറയാ, അമ്പിനെ പറഞ്ഞിട്ട് എന്താ കാര്യം, ചെയ്തവരല്ലേ പറയേണ്ടത്. അപ്പൊ രാഷ്ട്രീയ പാർട്ടികൾ സത്യത്തിൽ വിദ്യാർത്ഥികളെ ഒരു ടൂളാക്കുകയാണെന്നല്ലേ അതിനർത്ഥം, ഉപയോഗിക്കുകയാണ് അവരുടെ രാഷ്ട്രീയത്തിന് വേണ്ടി. ഒരു സംശയവുമില്ല, രാഷ്ട്രീയക്കാര് അവരുടെ നിലപാടുകളെ ഒരു ഭീഷണി, രാഷ്ട്രീയക്കാർ മാത്രമല്ലെന്നേ, ഇന്ന് എന്താ സംഭവിക്കുന്ന വെച്ചാൽ കോളേജുകളില് ടീച്ചേഴ്സിന് കുട്ടികളെ കാണുമ്പോൾ, ഈ പ്രത്യേകിച്ച് SFI കുട്ടികളെ കാണുമ്പോൾ പേടിയാണ്. വിശ്വസിക്കുമോ മനുജ? പിള്ളേർ ഒരു ദിവസം നീ എന്താ വന്നില്ല എന്ന് ടീച്ചർ ഒന്ന് മുഖം കറുപ്പിച്ച് ചോദിച്ചാൽ, എന്തുകൊണ്ട് നീ ഇന്ന് 2-3 ദിവസം ക്ലാസ്സിൽ വന്നില്ല, എന്തുകൊണ്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തില്ല എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ പോലും കൂട്ടത്തോടെ ഇവരെ SFI കുട്ടികളെ കൊണ്ടുവന്ന് ടീച്ചേഴ്സിനെ ഭീഷണിപ്പെടുത്തുകയും വെല്ലുവിളിക്കുകയും അവിടെ മുദ്രാവാക്യം വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ടീച്ചേഴ്സ് സത്യത്തിൽ പേടിയാണ്. എന്റെ അടുത്ത് തന്നെ ഒരുപാട് പേര് അവരെങ്ങനെയും പോട്ടെ, നമുക്ക് എന്താണ്, നമുക്ക് ജീവിക്കണ്ടേ, നമ്മൾ അവരെ നന്നാക്കാൻ പോയിട്ട് നമ്മുടെ ജീവൻ ഒരു പ്രശ്നത്തിൽ പെടുന്നു എന്നുള്ള രീതിയിലേക്ക് പോവാണ്. ഇതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല്, ടീച്ചേഴ്സിനെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യാതെ അവരെ ഒരു ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്ക് പോകുമ്പോ ഈ സമൂഹത്തിന് അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നവരാണ് ടീച്ചേഴ്സ്. പക്ഷെ ആ ടീച്ചേഴ്സ് ഇന്ന് അവരുടെ കർത്തവ്യത്തിൽ നിന്ന് മാറിപ്പോകുന്നു, അല്ലെങ്കിൽ മാറിപ്പോകാനായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. അങ്ങനെ ആവുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നാളത്തെ നമ്മൾ സാധാരണ മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെ പറയും. ദൈവത്തിന് തുല്യമായിട്ട് ഗുരുവിനെ കാണണം, അല്ലെങ്കിൽ പേരൻസിനെ തുല്യമായിട്ട് കാണണം എന്നതല്ലേ. ഇന്ന് അങ്ങനെയല്ല. ഒരു ടീച്ചറിനോടും നമ്മൾ ഇടയ്ക്ക് കാണാൻ പ്രിൻസിപ്പൾമാരനെയും VC-മാരെയും ഒക്കെ അവർ എന്ത് ചീപ്പായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതൊന്നും നല്ല ഒരു പ്രവണതയല്ല മനുജ. എനിക്ക് സത്യത്തില് അമേരിക്കയിൽ നിന്ന് നമ്മൾ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നുന്നു. നമ്മൾ ഒരേ സമയത്ത്
ഏറ്റവും കൂടുതൽ പഠിപ്പ് വിവരമുള്ള ആൾക്കാരെന്ന് അവകാശപ്പെടുകയും ഏറ്റവും വിവരദോഷികളായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഉള്ള ഒരു വിഷമാണ്. എങ്ങോട്ടാണ് ഈ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള നല്ല സങ്കടമുണ്ട്. മാത്രമല്ല എനിക്ക് ഒരു കഴിഞ്ഞ കാര്യം ദിവസം പറയാനുള്ളത്. തീർച്ചയായും പറയൂ പറയൂ. പറയൂ. തീർച്ചയായും മാം അല്ല കണ്ടിന്യൂ ചെയ്തോളൂ കണ്ടിന്യൂ. എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, ഈ യൂത്ത് ഫെസ്റ്റിവലിൽ കുട്ടികളുടെ അവകാശമാണ്, അവർക്ക് ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു സമരം ചെയ്യുന്നത്, കുട്ടികൾക്ക് വേണ്ടിയാണെന്നുള്ള ഒരു ധ്വനി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അവിടെ 4 വർഷം ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുകയും കുറെ യൂത്ത് ഫെസ്റ്റിവൽ നടത്തിയിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് ഇപ്പൊ നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ ഈ യൂണിയന് എന്താണ് അതിനകത്ത് ഒരു റോൾ എന്ന് ചോദിക്കണമെങ്കിൽ സാധാരണക്കാർക്ക് അറിയത്തില്ല എന്ന്. അവരിപ്പോ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വെച്ചാല് യൂണിയൻ വിചാരിച്ചാൽ മാത്രമേ യൂത്ത് ഫെസ്റ്റിവൽ നടത്താൻ കഴിയുള്ളൂ ഒരു ധ്വനിയാണ് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സത്യത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഈ യൂണിയന്റെ റോൾ എന്താന്ന് വെച്ചാല്, സ്റ്റുഡന്റ് സർവീസസ് ഡയറക്ടറാണ് യൂത്ത് ഫെസ്റ്റിവൽ നടത്തേണ്ടത്. നമുക്ക് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്. പ്രിന്റഡ് ആയിട്ടുള്ള പുസ്തകമുണ്ട്. ഏതൊക്കെ പ്രോഗ്രാമാണ്, അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൽ എത്ര പേര് പങ്കെടുക്കാം, എന്തൊക്കെയാണെന്നുള്ള കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് നമുക്ക് അവിടെ ഉണ്ട്. മാത്രമല്ല, ഞാൻ ഡയറക്ടറായിട്ട് ഇരുന്നപ്പോൾ ഞങ്ങൾ ഈ കൊല്ലത്തും ആലപ്പുഴയിലും തിരുവനന്തപുരത്തൊക്കെ നടക്കുമ്പോൾ ഇത് നടത്തിക്കാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സിനെ വിളിച്ച് നമ്മൾ ഒരു ഓറിയന്റേഷൻ കൊടുക്കും, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ. അതെല്ലാം സ്റ്റുഡന്റ് ഡയറക്ടറാണ് ചെയ്യേണ്ടത്. കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സ്റ്റുഡന്റ് സർവീസസ് ആണ്. ഈ കുട്ടികൾ എന്താ ചെയ്തോണ്ടിരുന്നത് എന്ന് വെച്ചാല്, ഈ ജഡ്ജി ഞങ്ങൾ തന്നെ വിളിക്കും, അതിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് അതിന്റെ പൈസ മൊത്തം ചെലവ് ചെയ്തത് യൂണിയനാണ്. ഡയറക്ടറെ എപ്പോഴും ഒരു ഡമ്മി ആയിട്ട് നിർത്താനാണ് ഇവർ ശ്രമിക്കുന്നത്. മനസ്സിലായി? ഇതിന്റെ അഡ്മിനിസ്ട്രേഷൻ മാത്രം നോക്കിയാൽ മതി. പക്ഷെ മാം ഇതിന്റെ അവിടെ ഒരു ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ആ, മാളയിൽ, അതായത് കോഴിക്കോട് ഡിസോൺ കലോത്സവത്തിൽ വലിയ പ്രതിസന്ധി പ്രശ്നം ഉണ്ടായി. അവിടെ SFIക്കാരും KSUക്കാരും തമ്മിലാണ് അടി ഉണ്ടാവുന്നത്. 10-15ഓളം കുട്ടികൾക്ക് അതിദാരുണമായി പരിക്കേൽക്കുന്നു. അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ എതിർ പാർട്ടിയിലുള്ള ആളുകൾ ആംബുലൻസ് തടഞ്ഞു നിർത്തുന്നു. രാഷ്ട്രീയ വൈരാഗ്യം എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യനാണോ എന്ന് പോലും തോന്നുന്ന തരത്തിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പം ഈ സത്യം കലോത്സവവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഞാൻ പറഞ്ഞതിനകത്തൊരു വലിയ പ്രശ്നം കൂടെ കിടപ്പുണ്ടല്ലോ. ഒന്ന് ഈ പറഞ്ഞ പോലെ സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടറെയൊക്കെ വെറും ഡമ്മി ആക്കുകയും അതിലെ ഞങ്ങളെല്ലാം ചെയ്തോളാം എന്ന് പറയുമ്പോൾ അതിനകത്ത് പണത്തിന്റെ ഉൾപ്പെടെയുള്ള പ്രധാന പ്രശ്നങ്ങളുണ്ട്. എത്ര രൂപയാണ് ലിമിറ്റേഷൻ ഒക്കെ വരിക? ഒരു നിശ്ചിത തുകയല്ലേ ഫണ്ടായി നമുക്ക് അനുവദിക്കുന്നതൊക്കെ? അതൊക്കെ വലിയ എന്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഒരു വർഷത്തെ യൂണിയന്റെ പ്രവർത്തനത്തിന് വേണ്ടി 50 ലക്ഷം ആണ് ഇപ്പൊ യൂണിവേഴ്സിറ്റി കൊടുക്കുന്നത്. യൂണിവേഴ്സിറ്റി ഓരോ കുട്ടികളും അഡ്മിഷൻ എടുക്കുമ്പോൾ പിരിക്കുന്ന പിരിവാണത്. അതെല്ലാം ക്രോഡീകരിച്ച് 50 ലക്ഷം രൂപ ഒരു വർഷത്തിലേക്ക് കൊടുക്കുന്നുണ്ട്. ആ 50 ലക്ഷം വെച്ചാണ് ഇവർ ഈ യൂത്ത് ഫെസ്റ്റിവൽ നടത്തുന്നത്. അതല്ലാതെ ഇവർ ഒരുപാട് പിരിവുകൾ നടത്തുന്നുണ്ട്. അതങ്ങനെ ലീഗലും ഇല്ല ഇല്ലീഗലായിട്ടുമുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഓഹോ യൂത്ത് ഓക്കെ. ഫെസ്റ്റിവൽ നടത്താൻ വേണ്ടിയിട്ട് ഇതിന്റെ പിന്നിൽ ഒരുപാട് ഈ ഫണ്ട് കിടക്കുന്നതാണ് കുട്ടികൾക്ക് ഇത്രയും അട്രാക്ഷൻ അതിനകത്ത് വരുന്നത്. സത്യത്തില് ഈ ഈ കുട്ടികളുടെ കയ്യിൽ ഇത്രയും പൈസ കൊടുക്കണ്ട, അത് ആ കുട്ടികൾ മാത്രമല്ല ഡീൽ ചെയ്യുന്നത്. അത് കൺസേൺഡ് ഏത് യൂണിയൻ ആണോ അതിന്റെ പാർട്ടിക്കാരും അവരൊക്കെ തന്നെയാണ് ഇതിന്റെ എന്താ റിസപ്ഷൻ കമ്മിറ്റി എന്നും പറഞ്ഞ് അതൊരു വലിയ നെറ്റ്വർക്കാണ്. മനസ്സിലായോ? അപ്പൊ അതിനെ കുറിച്ചൊന്നും ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഭയങ്കര സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ. എനിക്ക് പറയാനുള്ളത്, ഈ ജഡ്ജിമാരെ നിയമിക്കാനായിട്ട് കുട്ടികളുടെ കയ്യിൽ കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ? തീർച്ചയായിട്ടും അവർ ബയസ്ഡ് ആയിട്ടുള്ള ജഡ്ജുകളിലാണ് വിളിക്കുന്നത്. അപ്പൊ ആർക്ക് തീർച്ചയായിട്ടും. ഫസ്റ്റ് കൊടുക്കണം സെക്കൻഡ് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നവരെ അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇതിന്റെയൊക്കെ ആവശ്യം എന്തിരിക്കുന്നു എന്നാണ്. മനസ്സിലായോ? യൂത്ത് ഫെസ്റ്റിവൽ നടത്തുന്നത് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് എങ്ങനെയാണ് സ്കൂൾ കലോത്സവമൊക്കെ ടീച്ചേഴ്സ് അല്ലേ നടത്തുന്നത്, അല്ലെങ്കിൽ അതെ. മറ്റേ ഗവൺമെന്റ് എംപ്ലോയീസ് അല്ലേ നടത്തുന്നത്. അതേപോലെ ഒരുമാതിരി അൺബയസ്ഡ് ആയിട്ട് അത് നടത്തണമെങ്കിൽ അത് എപ്പോഴും അതൊരു ഓഫീസ് റിലേറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നന്നായിരിക്കും. എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയത്, ഞാൻ അവിടെ നിന്ന് വന്ന് 2018 ശേഷം ഒരു കലോത്സവം പോലും കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഇന്ന് വരെ. ഞാനൊരു പുകഴ്ത്തി പറയാന്നുള്ളതല്ല. അതെന്താന്ന് വെച്ചാല് അതിന്റെ തലപ്പത്ത് ഒരു നല്ല സ്ട്രോങ് ആയിട്ട് നിലപാടെടുക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ യൂത്ത് ഫെസ്റ്റിവൽ വളരെ നന്നായിട്ട് നടത്താൻ കഴിയും. രണ്ടാമത്തെ ഒരു കാര്യം, ഈ സമയം എന്ന് പറയുന്നത് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ എന്ന് പറയുന്നത് കുട്ടികളുടെ എക്സാം നടത്തുന്ന സമയമാണ്.
ആ എക്സാമുകളെല്ലാം നടക്കുന്ന സമയത്ത് ഇവരും ഇതുപോലെ പിള്ളേരെ ഭീഷണിപ്പെടുത്തി റോഡിൽ വിളിച്ചോണ്ട് വന്ന് തലസ്ഥാനത്തെ സ്തംഭിപ്പിക്കാൻ നടക്കുന്ന അവസ്ഥ എന്തായിരിക്കും എന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ബോധമോ അല്ലെങ്കിൽ ഇത് എങ്ങോട്ടാണ് പോകുന്നത്, ഇതിന്റെ ആഘാതം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവൊന്നും ഇന്ന് നമ്മളെ രാഷ്ട്രീയക്കാർക്ക് ഇല്ലാതായി പോകുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു സങ്കടമാണ്. അങ്ങനെ പക്ഷേ ആവരുത്. മാം അന്ന് മാമിന്റെ കേസുമായി ബന്ധപ്പെട്ട പ്രതിയായിരുന്ന റഹീമൊക്കെ ഇപ്പൊ MP ആണ്. അങ്ങനെ ഒരു അതാണ് പ്രധാന കാര്യം കൊണ്ടാവും. അവരുടെ പ്രധാന ഒരു എന്താ പറയാ ഒരു എലിജിബിലിറ്റി എന്ന് പറയുന്നത്, നിങ്ങൾ എത്ര പേരെ ഹറാസ് ചെയ്തു, എത്ര പൊതുമുതൽ നശിപ്പിച്ചു, എത്ര പേരെ അടിച്ച് ഹോസ്പിറ്റലിലാക്കി എന്നുള്ളതാണ് അവരുടെ ഒരു എലിജിബിലിറ്റി. വളരെ വിഷമാണ് മനീജ. ഇങ്ങനെ പോയാൽ നമ്മുടെ കേരളം ഒന്നും ഇല്ലാതായി പോകുന്നു. എനിക്ക് നല്ല സങ്കടമുണ്ട്. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിനെ നിങ്ങൾ നശിപ്പിക്കുകയാണ്. മനസ്സിലായോ? ഈ ഡെമോക്രസി എന്ന് പറയുന്ന ഈ SFI കുട്ടികളോട് എനിക്ക് ചോദിക്കാനുള്ളത്, അതിന്റെ അർത്ഥം എന്നെങ്കിലും ഒരിക്കൽ ഇവർ ചിന്തിച്ചിട്ടുണ്ടോ? യൂത്ത് ഫെസ്റ്റിവലിൽ തന്നെ നിങ്ങൾക്കറിയാമോ, ആ സ്റ്റുഡന്റ് സർവീസ് സെന്ററിനകത്ത് SFIക്കാരല്ലാതെ ഒരു പാർട്ടിക്കാരെയും അവർ കയറാൻ പോലും അനുവദിക്കത്തില്ല. ഇതാണോ ഡെമോക്രസി? അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ അവർ കമ്പൽസറി ആയിട്ട് SFI മെമ്പർഷിപ്പ് എടുക്കണം. ഇതാണോ ഡെമോക്രസി? മനസ്സിലായോ? വരുന്ന ജഡ്ജുകൾ നിങ്ങൾ പർട്ടിക്കുലർ പാർട്ടി ആയിരിക്കണം, എങ്കിലേ ഒരു ജഡ്ജ് ആവാൻ പറ്റുള്ളൂ. എന്താണ് ഇത് എനിക്ക് മനസ്സിലാവാത്തത്? ഇതൊന്നും പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഇത് പ്രതികരിക്കുന്നവരെ ഭീഷണിപ്പെടുത്തി ഇല്ലാതാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോയാലേ ഇതിനൊരു അവസാനമില്ലേ? പക്ഷെ അതൊരു ചോദ്യം കൂടി ഇല്ലേ മാം? അതായത് ഇപ്പോ അധ്യാപകരുടെ കാര്യം ഇപ്പോ മാം പറയുന്നുണ്ട്. പക്ഷെ അധ്യാപകർ ഉൾപ്പെടെ ഈ പറയുന്ന SFID ആയിക്കോട്ടെ, അവരുടെയൊക്കെ മാതൃസംഘടനയിലെ അംഗങ്ങൾ കൂടിയായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള യൂണിയനുകളിൽ ബന്ധപ്പെട്ടവരായിരിക്കും. ഇവരുടെ ഒരു സപ്പോർട്ടും ഈ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നില്ലേ? അങ്ങനെ ഒരു വിമർശനം കൂടി അധ്യാപകർ ഏൽക്കേണ്ടതില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. എനിക്കറിയാവുന്ന ഇവിടെ നമ്മുടെ കേരളത്തിലെ അധ്യാപക സംഘടനകളിലെ ഒരു 90% ആൾക്കാരും ലെഫ്റ്റ് സംഘടനയിലുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോ പല ടീച്ചേഴ്സും ഈ SFI കുട്ടികളെ അവരുടെ ഒരു എന്താ പറയാ ഒരു 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 പവർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അവർക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്കെതിരെ മുദ്രാവാക്യം വിളിപ്പിക്കുകയും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും, ഒരു ഭീഷണിപ്പെടുത്താനുള്ള ഒരു ആയുധമായിട്ട് ഇതേ കുട്ടികളെ ഉപയോഗിക്കുന്നുമുണ്ട്. മനസ്സിലായോ? അപ്പൊ ആ കുട്ടികൾക്ക് എന്താണ് വേണ്ടത്? അവർക്കൊരു സർട്ടിഫിക്കറ്റ് വേണം, നാളെ ഒരു ജോലി വേണം. അപ്പൊ അതെല്ലാം ഇവർ അച്ചർ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ടീച്ചേഴ്സ് പൊതുവെ നമ്മുടെ ആൾക്കാർക്ക് പ്രതികരിക്കാൻ ഇച്ചിരി പേടിയാണ്. എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ, നമുക്ക് പ്രശ്നമില്ലാതിരുന്നാൽ മതി എന്നൊരു അവസ്ഥയിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിന് വളം വെച്ച് കൊടുക്കുന്ന ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. അതിൽ എനിക്ക് വളരെ സങ്കടമുണ്ട്. അവർക്ക് ഒരു തിരിച്ചറിവ് വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. മാം ആദ്യം സംസാരിച്ചാൽ പറഞ്ഞൊരു കാര്യമുണ്ട്. സർക്കാർ ഇടപെട്ട് ഈ പ്രശ്നം ഒത്തുതീർപ്പാക്കാനും അല്ലെങ്കിൽ കോടതിയിൽ തന്റെ ഭാഗത്ത് ന്യായമുള്ള ഒരു അധ്യാപിക നിയമ പോരാട്ടത്തിന് ഒരുങ്ങുന്നു. സത്യത്തിൽ നിഷ്പക്ഷമായി നിൽക്കുന്ന ഒരു സർക്കാരോ സംവിധാനമാണെങ്കിൽ മാമിനൊപ്പം നിൽക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മാം സർക്കാരിന്റെ ഫണ്ട് തന്നെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയ ഒരാളാണ്. പക്ഷേ കോടതിയിൽ ഉൾപ്പെടെ മാമിനെതിരെ നിലനിൽക്കാവുന്ന ഒരു രീതിയാണ് സർക്കാർ എടുത്തത്. അതൊരു വലിയ തെറ്റാണല്ലോ. ഒരു തരത്തിലും അംഗീകരിക്കാനാവുന്ന ഒന്നല്ലല്ലോ അത്. എങ്ങനെയാണ് മറ്റുള്ളവരുടെ സഹപ്രവർത്തകർ, ഇപ്പൊ എനിക്കറിയാം കോടതി സമക്ഷം നിൽക്കുകയാണ്, എങ്ങനെയാണ് ഈ മറ്റുള്ളവർ ഒരു സപ്പോർട്ട് സിസ്റ്റം ഒക്കെ എന്തായിരുന്നു? അപ്പോ വലിയൊരു മാനസിക സംഘർഷത്തിലൂടെ കൂടിയായിരുന്നല്ലോ കടന്നു പോയിട്ടുണ്ടാവുക. ഞാന് ഇത് ആ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. കേൾക്കുന്നവർക്ക് ഇതൊരു നിസ്സാരമായിട്ട് തോന്നും. ഒരു 3.5 മണിക്കൂർ 100-200 കുട്ടികളെ കൊണ്ടുവന്ന് ചുറ്റിലും നിർത്തി തെറി വിളിപ്പിക്കുകയും എന്റെ മോറലിനെ കുറിച്ച് പറയുകയും, തെറി വിളിക്കുക എന്ന് പറഞ്ഞാൽ ചെവിയിൽ വന്ന് ഉറച്ച ഇയർ ഡ്രം പൊട്ടുന്ന പോലെ. തെറി എന്ന് പറഞ്ഞാല് ഞാൻ എന്താ പറയാ ഒബ്സീൻ വേർഡ്സിൽ റിസർച്ച് ചെയ്തിട്ടുള്ളവളാണ്. ഞാൻ പോലും കേട്ടിട്ടില്ലാത്ത തെറികളൊക്കെയാണ് പെൺപിള്ളേർ എന്നെ കൊണ്ട് പെൺപിള്ളേർ എന്ന് പറഞ്ഞാൽ അവരുടെ ഗുണ്ടകളായിട്ട് കൊണ്ട് നടക്കുന്ന കുറെ കുട്ടികളെ കൊണ്ട് വിളിച്ചിട്ട് എനിക്ക് എന്താ സങ്കടം എന്ന് വെച്ചാല്, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കേസ് കൊടുത്തപ്പോ ഞാനൊരു വിക്ടിമാണ്. സാധാരണ ഒരു മനക്കെട്ടി ഇല്ലാത്തവരാണെങ്കിൽ ആത്മഹത്യ ചെയ്തു പോയേനെ. ആ വിക്ടിമായ കൂടെ നിൽക്കാതെ എല്ലാവരും, പ്രത്യേകിച്ച് ഗവൺമെന്റ് എനിക്കെതിരെ ഉള്ള ഒരു നിലപാട് എടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കിയേ.
ഇതിനകത്ത് കഴമ്പില്ല, ഈ കേസ് തുടരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് വിഡ്രോ പെറ്റീഷൻ ചെയ്തപ്പോഴേ ഞാൻ വല്ലാതെ ഏലിനേറ്റ് ആയിപ്പോയി. ഏലിനേറ്റ് ആയിപ്പോയി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ നാട്ടുകാരി അല്ലേ, ഞാൻ ഇവിടുത്തെ ഒരു സിറ്റിസൺ അല്ലേ എന്നൊക്കെ മാനസികമായിട്ട് ഞാൻ തളർന്നു പോയി സത്യസന്ധമായിട്ട്. ഇപ്പോഴും ഗവൺമെന്റ് എനിക്കെതിരെയുള്ള ഒരു നിലപാടാണ് എടുക്കുന്നത്. എന്ത് മോറലാണുള്ളത്? ഇവരൊക്കെ തന്നെ വന്ന് സ്ത്രീ സുരക്ഷയെ കുറിച്ചും സ്ത്രീകളെ സംരക്ഷിക്കാൻ മതിൽ കെട്ടുന്നതൊക്കെ പറയുമ്പോഴേ നമുക്കുണ്ടാവുന്ന ഒരു അറപ്പുണ്ടല്ലോ, ഒരു അത് 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 എന്താ പറയാ, മാനസികമായിട്ട് അത് വല്ലാത്തൊരു ഫീലാണ്. ഞാനിത് പ്രതികരിക്കുന്നതുകൊണ്ട് അനുഭവിച്ച പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? അതൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഞാനൊരു പ്രോജക്റ്റ് എടുത്താൽ പോലും അത് നടപ്പിലാക്കാൻ പറ്റാത്ത, എനിക്ക് ഫണ്ട് തരാതെ, എനിക്ക് മാക്സിമം എന്നെ ദ്രോഹിച്ചുകൊണ്ടാണ് ഇരുന്നത്. മനസ്സിലായോ? എനിക്ക് അവിടെ നിന്ന് എവിടെങ്കിലും ഒന്നൊന്ന് മാറിയാൽ കൊള്ളാം എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഇരുന്നപ്പോ എനിക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ ഇതുപോലെ ഒരു പ്രോഗ്രാം ഉണ്ട്, ഒരു ഡെപ്യൂട്ടേഷനിൽ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുകയും ഇവിടെ വരികയും ചെയ്തു. എനിക്ക് അവിടെ തുടരാൻ പറ്റാത്ത ഒരു എന്റെ മാനസികാവസ്ഥയിൽ കഴിയുന്ന ഒരുപാട് ടീച്ചേഴ്സ് കാണും അവിടെ. മാം, ഇതിനകത്തൊരു കാര്യം കൂടെ ഒന്ന്, മാം ഇത് എങ്ങനെയെങ്കിലും ഒക്കെ നിലവിലെ അവസ്ഥയിലേക്ക് എത്തി, വർഷങ്ങൾ കുറെ അധികം കഴിഞ്ഞുപോയി. എത്ര വിദ്യാർത്ഥികൾ അന്ന് ചെയ്ത കാര്യം ഓർത്ത് റിഗ്രറ്റ് ഉണ്ട്, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്? എത്ര പേര് SFI അടക്കമുള്ള ഈ രാഷ്ട്രീയ പാർട്ടികളുടെ വെപ്പൺസ് ആയി നിന്നുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ ഗാഡ്ജറ്റ്സിനെ പോലെ നിന്നിട്ട് പിന്നീട് അതിൽ ഓർത്തിട്ട് സങ്കടപ്പെട്ട് മാമിന്റെ അടുത്ത് വന്നിരുന്നോ? അതും ഒരു നല്ല ചോദ്യമാണ്. ഈ കേസ് രജിസ്റ്റർ ചെയ്തതിനകത്ത് തന്നെ ഭയങ്കര കള്ളത്തരം ഉണ്ടായിരുന്നു. എന്താ വെച്ചാല് SFIക്കകത്ത് തന്നെ കുറച്ച് മോഡറേറ്റ് ആയിട്ട് ഇരിക്കുന്ന, അല്ലെങ്കിൽ തീവ്രമായ SFI അല്ലാത്ത കുറെ കുട്ടികളുടെ പേരാണ് ഇതിൽ കൊടുത്തത്. ഇത് എന്താ കണ്ടാൽ അറിയാവുന്ന 200 കുട്ടികൾ എന്ന് പറഞ്ഞു. ആ കുട്ടികളൊക്കെ അന്ന് അവിടെ ഉണ്ടായിരുന്ന കുറച്ചു പേര് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നവരെല്ലാം ഇവർ സേവ് ചെയ്ത്, എനിക്ക് പേരറിയാവുന്ന ഒരു 7-8 പേരുടെ പേര് മാത്രമേ എനിക്ക് പറയാൻ കഴിഞ്ഞുള്ളൂ. മനസ്സിലായോ? അപ്പൊ ആ 10-200 കുട്ടികളുടെ കുറെ കുട്ടികൾ എന്നെ കാണുമ്പോ വന്ന് എന്റെ അടുത്ത് വന്ന് സോറി ചോദിക്കുകയും എനിക്ക് ഞങ്ങൾ അത് വിഡ്രോ ചെയ്ത് തരികയും ചെയ്യും, ഞങ്ങൾ ചെയ്ത് മണ്ടത്തരായി പോയി എന്ന് പിന്നീട് റിഗ്രറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത ഒരുപാട് പേരുണ്ട്. ഞാൻ കുറെ പേർക്ക് ഞാൻ വിഡ്രോ ചെയ്യാൻ എന്താ കൺസെന്റ് കൊടുക്കുകയും ചെയ്ത്. എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ആ കുട്ടികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടവരല്ല എന്നുള്ളത്. നമ്മൾ ആരെയും ദ്രോഹിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ഞാൻ ഇത് പ്രതികരിച്ചത് തന്നെ. ആ കുട്ടികൾക്ക് പോലും അറിയില്ല ഇത് തെറ്റാണ്, ഒരാളെ ഒരു 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 ഹറാസ്മെന്റ് ആണെന്ന് പോലുള്ള തിരിച്ചറിവില്ല. മനസ്സിലായോ? അവരങ്ങനെയാണ് ട്രെയിൻ ചെയ്യപ്പെടുന്നത്. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ 5 വർഷം വർക്ക് ചെയ്തിരുന്നു. അപ്പോ അവിടെ നടക്കുന്ന പാർട്ടി ക്ലാസ്സുകളൊക്കെ കണ്ടാലേ ഒരു വല്ലാത്ത തരം ബ്രെയിൻ വാഷിംഗ് ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ അവർ വിചാരിക്കുന്നത് അവരാണ് ഈ സമൂഹത്തിനെ രക്ഷപ്പെടുത്താൻ പോകുന്നവര്, അതിനുവേണ്ടി അവർ എന്തും ചെയ്യാൻ തയ്യാറാണെന്നുള്ള ഒരു മാനസികാവസ്ഥ. ഒരു SFI കുട്ടിക്കും താൻ ചെയ്ത ഒരു കാര്യത്തിനെ കുറിച്ചും ഒരു റിഗ്രറ്റും ഉണ്ടാവത്തില്ല. എന്താ വെച്ചാൽ അവർ അങ്ങനെ ട്രെയിൻ ചെയ്യപ്പെട്ട കുട്ടികളാണ്. മനസ്സിലായി? ഇല്ലെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയ, ഒരു പയ്യനെ 5-6 ദിവസം പൂട്ടിയിട്ട് അടിച്ച് കൊല്ലുമ്പോ ഇവർ യഥാർത്ഥത്തിൽ സമൂഹ പ്രതിബദ്ധതയുള്ള കുട്ടികളാണെങ്കിൽ എന്തുകൊണ്ട് അവർ പ്രതികരിക്കുന്നില്ല? എന്തുകൊണ്ട് ആ കുട്ടിയെ കൊല്ലാൻ പാടില്ല എന്ന് എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? എന്താ വെച്ചാൽ ഇവർക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള കഴിവിനൊക്കെ നശിപ്പിച്ചിട്ട് ഇവരൊരു പ്രത്യേകതര ആശയത്തെ അതിനകത്ത് ഇംപ്ലാന്റ് ചെയ്യുന്നത് കൊണ്ടാണ് ആ കുട്ടികൾ വല്ലാത്ത ഒരു രീതിയിലായി പോകുന്നത്. ഈ കേരള യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകിച്ച് കേരള യൂണിവേഴ്സിറ്റി എന്ന് എടുത്തു പറയണം. കാര്യം തലസ്ഥാന നഗരിയിലാണ്. കേരള യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് എപ്പോഴും പ്രശ്നങ്ങളാണ്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുന്നിൽ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ SFIയുടെ പ്രവർത്തനങ്ങൾ പങ്കെടുത്തത് എന്തുകൊണ്ട് പറ്റിയില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുട്ടീനെ യൂണിയൻ റൂമിൽ മർദ്ദിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. മർദ്ദനമൊക്കെ SFIയുടെ കുത്തകയിൽ തന്നെ ഇപ്പോഴും യൂണിവേഴ്സിറ്റിയിലുണ്ട്. ഇത്തരമൊരു പ്രശ്നങ്ങൾ നടക്കുമ്പോൾ പോലും എന്തുകൊണ്ടാണ് ഇത് പരിഹരിക്കപ്പെടാതെ പോകുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതൊരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾക്ക് അണികളെ വേണം, അല്ലെങ്കിൽ രക്തസാക്ഷികളെ വേണം എന്നുള്ളത് കൊണ്ടാണോ? അതെ, അല്ല, ഇതൊരു ഒരു വളരെ അത്യാവശ്യമായിട്ട് പരിഹരിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. എന്താ വെച്ചാല് കുട്ടികളുടെ മനസ്സിൽ എന്താണ് ഇരിക്കുന്നത് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്താലും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു ഫോഴ്സ് ഉണ്ട് പുറവിലെന്നുള്ള ഒരു രാഷ്ട്രീയമാണ്. മനസ്സിലായോ? ഇവർക്ക് ആദ്യത്തെ പടിയിൽ തന്നെ നിന്റെ മുമ്പിൽ ഇരിക്കുന്നവരെ രാഷ്ട്രീയത്തോടെ അഹങ്കാരത്തോടെ അവരെ അപമാനിച്ച് അവരെ ഒരു എന്താ പറയാ ഒരു ഒരു വൃത്തികെട്ട രീതിയിൽ അവരുടെ അടുത്ത് സംസാരിക്കുക എന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ പാഠം. ഏതെങ്കിലും ഒരു കുട്ടി മാന്യമായിട്ട് വന്ന് ഈ സംസാരിക്കുമ്പോ അവരുടെ പാർട്ടിയിലുള്ള ആര് തന്നെ ആവട്ടെ, DYFI ആവട്ടെ അല്ലെങ്കിൽ പാർട്ടിക്കാരാവട്ടെ, വളരെ മോശമായിട്ട് വല്ലാത്തൊരു സൂപ്പർ ഈഗോയിലാണ് വന്ന് സംസാരിക്കുന്നത്.
ആ സംസാരിക്കുന്ന പ്രവർത്തിക്കുന്നതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വലിയൊരു ഫോഴ്സ് ഉണ്ട് പുറകിൽ. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അൺലിമിറ്റഡ് ഫ്രീഡമാണ്. അൺലിമിറ്റഡ് ആയിട്ടുള്ള ഫ്രീഡം ഏതിലേക്കാണ് നയിക്കുന്നത്? അതൊരു ഡിസ്ട്രക്ഷനിലേക്കാണ് പോകുന്നത് എന്നുള്ളത് തിരിച്ചറിയുന്നില്ല. അവർ അപ്പോഴത്തെ ലാഭത്തിന് വേണ്ടിയിട്ട് അവരെങ്ങനെ പോയാൽ എന്താ എന്നുള്ള ഒരു വിചാരത്തിലാണ് ഈ ഈ ഒരു സംഘടനയെ വളർത്തിക്കൊണ്ട് വരുന്നത്. ഇവിടെ ഇടയ്ക്ക് സംഭവിച്ചത് തന്നെ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് അവരാ ബാലറ്റ് പേപ്പറൊക്കെ കീറിക്കളയുന്നത് എന്തിനാണെന്ന് അറിയാമോ? കുറച്ച് SFIക്കാരും വേറെ ഏതോ പാർട്ടിക്കാരും മറ്റേ KSUക്കാരും വേറെ പാർട്ടിക്കാരും സെനറ്റിൽ ഇലക്ഷനിൽ ജയിച്ചത് കൊണ്ട് അവര് വരാതിരിക്കണം എന്ന് പറഞ്ഞാൽ കീറിയത്. അപ്പൊ അവരെന്ത് ചെയ്തു? തിരിച്ച് ഇവര് വിജയിച്ച അതിന്റെ ബാലറ്റ് പേപ്പറിനൊക്കെ എടുത്ത് കീറിക്കളഞ്ഞു. അപ്പൊ എന്താണ് ഇതാണോ ഡെമോക്രസി? ഇതാണോ ഡെമോക്രസി? മനസ്സിലായോ? അപ്പൊ ഈ പറയുന്ന വാക്കുകളുടെ അർത്ഥമൊക്കെ ഈ പിള്ളേർ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയ രാഷ്ട്രീയക്കാർക്ക് ഇല്ലാതായി പോകും. രാഷ്ട്രീയക്കാർക്ക് അണികളെ കിട്ടത്തില്ല, അല്ലെങ്കിൽ അവരുടെ വിചാരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ആൾക്കാരെ കിട്ടത്തില്ല. മനസ്സിലായോ? അപ്പോ അത് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. എനിക്ക് ഇതിനകത്ത് അത്യാവശ്യമായിട്ട് പറയാനുള്ളത്, യൂത്ത് ഫെസ്റ്റിവൽ നടത്താനായിട്ട് ഒരിക്കലും യൂണിയനെ ഏൽപ്പിക്കരുത്. അതിന്റെ ആവശ്യമില്ല. അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ സ്റ്റുഡന്റ് സർവീസസിൽ തന്നെ ഉണ്ട്. നല്ല ഒരു ഒരു എന്താ പറയാ ഒരു നേതൃത്വ ക്വാളിറ്റി ഉള്ള ഒരു ഡയറക്ടർക്ക് സുഗമമായിട്ട് ഇത് നടത്താൻ കഴിയും. അതിനുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും അവിടെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോ എന്തിനാണ് ഈ കുട്ടികളെ കൊണ്ടുവന്ന് എപ്പോഴും അടിയാണ്, എവിടെ നോക്കിയാലും അടിയാണ്. സ്വാഭാവികമായിട്ട് ഒരു ബയസ്ഡ് ആയിട്ടാണ് ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോ ഒരു കൂട്ടം ആൾക്കാർക്ക് ഇതിനകത്ത് പങ്കെടുക്കാൻ പോലും കഴിയുന്നില്ല. യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് എല്ലാ കുട്ടികളുടെ കാശാണ്. എല്ലാ കുട്ടികളും വരിക്കാരാണ്. അപ്പൊ എല്ലാ കുട്ടികൾക്കും അവകാശമുള്ളതാണ്. മനസ്സിലായോ? അപ്പോ അത് അത് കാര്യമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി തലത്തിലും ഗവൺമെന്റ് തലത്തിലും ഒരു നിലപാട് എടുക്കേണ്ടത് ആവശ്യമുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ കുട്ടികൾ എന്താ പറയാ ഗവർണറൊക്കെ ഇടപെട്ടിട്ട് ഈ സ്റ്റുഡന്റ് രാഷ്ട്രീയം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കർശനമായിട്ട് ഒരു നിലപാട് ഉണ്ടാക്കിയാൽ മാത്രമേ കുട്ടികളുടെ ഭാവി നന്നാവത്തുള്ളൂ. ഇനിയുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ടീച്ചേഴ്സ് മര്യാദയ്ക്ക് ക്ലാസ് എടുക്കാൻ പോലും സമ്മതിക്കുന്നില്ല. മനസ്സിലായി? ഇത് ഒരു ദിവസം 2 ദിവസം കൊണ്ട് തീരുന്ന തീരുമാനം മീൻസ് ഒരു കാര്യമല്ല. ഇത് നമ്മുടെ സമൂഹത്തിനെ ഒട്ടുമൊത്തത്തിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇതില് ഇപ്പോ ഈ സ്വാതന്ത്ര്യവും ജനാധിപത്യവും പറയുന്ന SFIയുടെ ഈ സംസ്ഥാന നേതാവ് ആർഷോ ഒരു ദിവസം പോലും ക്ലാസ്സിൽ അറ്റൻഡൻസ് ഇല്ലാതെ കോളേജുകാർ പുറത്താക്കിയ കൂടിയ വ്യക്തിയാണ്. അതായത് ഇവർ പഠിക്കുക എന്ന് പറയുന്ന ആളുകൾ തന്നെ പഠിക്കാതിരിക്കുകയും നേതൃത്വത്തിലേക്ക് വരികയും ചട്ടമ്പികൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന സിസ്റ്റമായി മാറിയിരിക്കുകയാണ്. അധപ്പതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ നിസ്സാരമായി. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പോ ആർഷോയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. സാധാരണക്കാർക്ക് പോലും അറിയാം. എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, എന്തുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ അവഗണിക്കുന്നില്ല? ഇപ്പോഴും നിങ്ങൾ മാധ്യമങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മുമ്പ് പോയി മൈക്ക് വെച്ചിട്ട് എന്താണ് അഭിപ്രായം ചോദിക്കാൻ നടക്കുമ്പോൾ നിങ്ങളോടാണ് എനിക്ക് നാണക്കേട് തോന്നുന്നത്. നിങ്ങൾ എന്തിനാ അവരെയൊക്കെ നേതാക്കളാക്കുന്നത്? നീ പഠിച്ചിട്ടില്ലാത്ത വിവരമില്ലാത്ത നീ വിവരമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയും എന്ന് ചോദിക്കാനുള്ള തന്റെ ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ കാണിക്കാറുണ്ടോ? അപ്പൊ അവർക്ക് തന്നെ അറിയാം അവൻ വിവരമില്ലാത്തവനാണ്, പാവപ്പെട്ട എന്താ പറയാ ഒരു ഗുണ്ടായിസം കാണിച്ച് വന്ന പയ്യനാണെന്ന് അറിയാം. അപ്പോഴും നിങ്ങൾ അദ്ദേഹത്തിനെ ഒരു നേതാവായിട്ട് കൺസിഡർ ചെയ്യുന്നില്ലേ? അപ്പൊ അവര് വിജയിച്ചില്ലേ? അല്ല, നിർബന്ധിതമാവുകയാണ്. അതായത് ഇപ്പോ അങ്ങനെയുള്ളവർക്കാണ് നേതാക്കന്മാരാകാനുള്ള ഗ്രേസ് മാർക്ക് ലഭിക്കുന്നത്. ഒരു യൂണിവേഴ്സിറ്റി ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കാണ് ഗ്രേസ് മാർക്ക് ലഭിക്കുന്നത്. അവരാണ് നേതാക്കന്മാരാകുന്നത്. എല്ലാ നേതാക്കന്മാരും അവർ തല്ലിയതിന്റെയും കൊന്നതിന്റെയും ഞങ്ങൾ ഊരിപ്പിടിച്ച വടിവാളിന്റെ നടുവിലൂടെ നടന്നു വന്നതിന്റെയും ഒക്കെ കണക്കുകൾ അതൊരു വീരകഥ പോലെ പറയുന്ന ആളുകളാണ്. അപ്പം അതൊരു ഗ്രേസ് മാർക്കായി അഡീഷണലായി വരും. ഒന്നും ചെയ്യണ്ട, സമൂഹം ഒന്നും ചെയ്യണ്ട, പക്ഷേ അവഗണിക്കാലോ. ഒരു പർട്ടിക്കുലർ ഒരു സ്ഥലത്ത് വരുന്നു, അവര് ഒരു പ്രകടനം നടത്തുന്നു, ഇവരില്ലാത്തവർ കുറെ പറയും എന്ന് എണീറ്റ് പോകാനുള്ള കഴിവുണ്ടല്ലോ. അതെങ്കിലും ഉപയോഗിച്ചു. നീ വേറെ രീതിയിൽ പ്രതികരിച്ചില്ലെങ്കിലും അവരെ ഒഴിവാക്കാം, അവഗണിക്കാം. നീ നമ്മുടെ ലീഡർ അല്ല, കേൾക്കാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞ് അവഗണിക്കുന്നതിൽ കൂടി നമ്മുടെ പ്രതികരണം നമുക്ക് കാണിക്കാമല്ലോ. അതുപോലും ചെയ്യുന്നില്ല. മനസ്സിലായോ?
അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ട് എന്താണ് അവര് പറയുന്നതിന് സോഷ്യൽ മീഡിയയില് അത് ആഘോഷിക്കാനും അവരെ വലിയ ആൾക്കാരായിട്ട് കാണിക്കാനും മാധ്യമങ്ങളും ഒരു പരിധി വരെ കൂട്ടുനിൽക്കുന്നുണ്ട്. അവരെ അവഗണിക്കാനായിട്ട് മാധ്യമങ്ങൾ ശ്രമിക്കണം. അവരെന്തിനാ നിങ്ങള് സമൂഹം മൊത്തത്തിൽ അവരോട് ഒരു അവജ്ഞയാണുള്ളത്. എങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ അവരെയൊക്കെ വലിയ ആളുകളാക്കുന്നത്? തീർച്ചയായിട്ടും മാം, ഇപ്പോ നിലവിൽ ആരെങ്കിലും തരത്തിൽ അവസാനമായ ഒരു ചോദ്യം കൂടിയാണ്. ഏതെങ്കിലും നേതാക്കന്മാരൊക്കെ സ്വാഭാവികമായും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും, പ്രത്യേകിച്ച് കുട്ടി നേതാക്കന്മാർ മുതൽ വലിയ നേതാക്കന്മാർ വരെ. അങ്ങനെയുള്ള ഭീഷണിയുടെ മുന്നിലൊന്നും പതറാത്ത വ്യക്തിയാണ്. അങ്ങനത്തെ ഒരു അനുഭവം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സംസാരം നിർത്താമെന്ന്. തീർച്ചയായിട്ടും അവിടെ റിസർച്ച് സ്കോളറായിട്ട് ഇരുന്നപ്പോഴാണ് എ റഹീമൊക്കെ സിൻഡിക്കേറ്റ് മെമ്പർ ആവുകയും എന്റെ ആ പ്രശ്നത്തില് ഈ 200 പിള്ളേരെ കൊണ്ടുവരികയൊക്കെ ചെയ്തത്. എന്റെ മുഖത്ത് നോക്കി, അദ്ദേഹത്തിനെക്കാട്ടിലും ഞാൻ പ്രായത്തിൽ മൂത്ത ആളാണ്, ഞാൻ അവിടെ ഒരു പ്രൊഫസറാണ്, ഒരു സ്ത്രീയാണ്, ഒരു ഒരു അധ്യാപികയോട് സംസാരിക്കുന്ന ഒരു രീതി പോലും ഇല്ലാതെ കൊന്നുകളയും, നീയൊക്കെ വെറും ചിപ്പായാണ്, ഇനി മേലെ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ജീവനോടെ വെച്ചേക്കത്തില്ല, നീയൊക്കെ ഒരു പെണ്ണായി പോയില്ലെങ്കിൽ കാണിച്ചു തരാ. എന്റെ മുഖത്ത് നോക്കി തെറി വിളിക്കുകയാണെന്നേ. എന്ത് മനുഷ്യർ. അപ്പൊ ഞാൻ വിചാരിക്കുന്ന ഒരു അമ്മയെ അല്ലെങ്കിൽ ഒരു സഹോദരിയുടെ ഒരു മൂത്ത ചേച്ചിയുടെ പ്രായമുള്ള എന്നെ കണ്ടിട്ട് എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത്? എന്നിട്ട് അവർക്ക് അതിനകത്ത് ഒരു ഒരു ഗിൽട്ടില്ല, ഒരു കുറ്റബോധമില്ല. എന്നിട്ട് വന്ന് കുറെ സംസാരിക്കും. മറ്റുള്ളവര് എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും പറഞ്ഞു ചോദിച്ചു എന്ന് പറയുമ്പോ ഇവരെല്ലാവരും സ്പോർട്സ്മാൻ ആയിട്ട് ഒരു എന്താ പറയാ സ്ത്രീ സംരക്ഷകരായിട്ടൊക്കെ വന്ന് സംസാരിക്കുമ്പോഴോ എനിക്കങ്ങ് തൊലി ഉരിഞ്ഞു പോവുകയാണ്. എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു? SFI കുട്ടികൾ എന്റെ മുഖത്ത് നോക്കി എന്നെ വിളിച്ചത് എനിക്ക് എന്റെ മനസ്സിൽ നിന്ന് ആഴത്തുനിന്ന് എനിക്ക് ഇപ്പോഴും തറച്ചു നിൽക്കുന്ന ഒരു കാര്യം. ആ മുട്ടത്തറ അഞ്ചുമൊക്കെ പറയാ, നീ VC-യും തമ്മിൽ അവിഹിതമാണ്, എന്തിനാ നീ കിളവന്റെ കൂടെ പോകുന്നത്, ഇതാണ്ട് നല്ല ചുള്ളന്മാരായിട്ടുള്ള പയ്യന്മാരുണ്ട്, അവരുടെ കൂടെ പൊക്കൂടെ. ഒരു പ്രൊഫസർ ഒരു അമ്മയുടെ പ്രായമുള്ള എന്നെ നോക്കി പറയുകയാണ്. അപ്പൊ പയ്യന്മാര് എന്റെ കൂടെ വരുന്നോ എന്നൊന്ന് ചോദിക്കുന്നു. ആലോചിച്ച് നോക്കിയേ. ഞാന് മാനസികമായിട്ട് തകർന്നു പോയ ഇത്. എന്റെ മോൻ എന്നെ നോക്കി ചോദിച്ചാൽ എനിക്ക് എന്ത് തോന്നും? അതുപോലെയാ തോന്നിയത്. ഇങ്ങനത്തെ ഒരു സമൂഹത്തിനാണ് നമ്മൾ വളർത്തുകൊണ്ടിരിക്കുന്നത്. അതിനാണ് ഈ സമൂഹം തിരിച്ചറിയേണ്ടതാണ്. എനിക്ക് ഈ സമൂഹത്തിനോട് ഒട്ടുമൊത്തമായിട്ട് പറയാനുള്ളത്, നിങ്ങളെ രാഷ്ട്രീയമൊക്കെ ഇന്ന് വരും നാളെ പോകും, പക്ഷെ നമ്മളെ മക്കൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അതിന് കൂട്ടു നിൽക്കരുത്. മനസ്സിലായോ? അപ്പൊ ഞാൻ മനസ്സറിഞ്ഞ് ശപിച്ചാലേ, അന്നത്തെ കാലത്ത് ഈ ശാപം എന്നൊക്കെ പറയുന്ന വിശ്വാസമല്ല, പക്ഷെ ഒരു ഗുരുവിന്റെ ഒരു ശാപം ഉണ്ടല്ലോ, അത് ഉണ്ടാവും മനുജ. എനിക്ക് അത്ര മാനസികമായിട്ട് വിഷമിച്ച് ഇതേപോലെ ഞാൻ കണ്ടിട്ടുണ്ട് വേറെ ഒരുപാട് പേരെ പോയി തെറി വിളിക്കുന്നതും അവരെ മാനസികമായിട്ട് തകർക്കുന്നതും. ഇതൊക്കെ ഒന്നും ശരിയായ നിലപാടുകളല്ല. എനിക്ക് ആ കുട്ടികളോടൊക്കെ ഒരു മാനസികമായിട്ടുള്ള പ്രശ്നമുള്ള കുട്ടികൾ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുമ്പോൾ ഒരു ഡോക്ടർക്ക് ഉണ്ടാകുന്ന ഒരു സിമ്പതി ഉണ്ടല്ലോ, അതാണ് എനിക്ക് തോന്നുന്നത് സത്യത്തിൽ അവരോട്. ഇങ്ങനെയൊന്നും പറയരുത്, എനിക്കിത് പ്രതികരിക്കണം, അല്ലെങ്കിൽ ഈ സമൂഹത്തിന് മുമ്പിൽ ഇവർ കാണിക്കുന്നത് എന്താണ്, കുട്ടികൾക്ക് വേണ്ടി എന്തോ ചെയ്യുന്നു എന്നുള്ള അതൊന്നും ഈ 50-55 ലക്ഷം രൂപ അവർക്ക് വാങ്ങിക്കണം, അതിനു വേണ്ടിയാണ് ഈ കിടന്ന് കാണിക്കുന്നത്. മനസ്സിലായി? യൂത്ത് ഫെസ്റ്റിവലാണ് യഥാർത്ഥ ലക്ഷ്യമെങ്കിൽ യൂത്ത് ഫെസ്റ്റിവൽ ഇവരുടെ സഹായം ഇല്ലാതെ യൂണിവേഴ്സിറ്റിക്ക് ഭംഗിയായിട്ട് നടത്താൻ കഴിയും. മനസ്സിലായോ? അപ്പൊ അത് കോടതിയിൽ ഇരിക്കുന്ന ഒരു കാര്യത്തിനെതിരെ VC-ക്കെതിരെ ഈ കിടന്ന് കൊടി പിടിക്കുന്ന എന്താണ്? അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു രേഖകളില്ലാതെ എങ്ങനെ അദ്ദേഹത്തിന് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും? വീട്ടിൽ നിന്ന് പുറത്തിറക്കത്തില്ല, യൂണിവേഴ്സിറ്റിക്ക് വരാൻ പറ്റില്ല എന്നൊക്കെ ഒരു പീക്കിൽ പിള്ളേരിൽ വന്ന് ബഹളം ഉണ്ടാക്കുന്നു, അങ്ങ് സ്തംഭിപ്പിക്കും എന്ന് അവകാശപ്പെടുന്നു. അദ്ദേഹത്തിന് ഒന്നും ചലിപ്പിക്കാൻ പോലും സമ്മതിക്കാത്ത ഒരു സാഹചര്യത്തിന് ഗവൺമെന്റ് കണ്ണും കെട്ടി അല്ലെങ്കിൽ കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ്. എവിടേക്കാണ് നമ്മൾ പോകുന്നത്? എനിക്ക് അറിഞ്ഞൂടെ. തീർച്ചയായിട്ടും വിജയലക്ഷ്മി, സത്യത്തിൽ മാം പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് തല കുനിക്കേണ്ടി വരികയാണ്. ഞാനും ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു SFIയുടെ ബാധ്യത പേര് നടന്നിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ എന്നെ അടക്കമുള്ള ഒരുപാട് ആളുകളെ വഞ്ചിച്ചൊരു പ്രസ്ഥാനമാണ്. അതായത് കുട്ടികളെ പഠിപ്പിക്കണമെന്നോ അവർക്ക് നല്ല ജീവിതം വേണമെന്നോ മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിലേക്ക് പോകണമെന്നോ ഇവർക്ക് ആഗ്രഹമില്ല. ഇവരുടെ രക്തസാക്ഷി പട്ടികയിൽ എഴുതാൻ കുറെ ആളുകളുടെ പേരുകൾ ഇവർക്ക് വേണം. ഇവരെന്തൊക്കെയോ ക്യാമ്പസുകളിൽ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി അധ്യാപകരോടുള്ള നിന്നയും സെമ്പായിക്കാവുന്നത് മുതൽ ഞാൻ പറഞ്ഞ അറ്റൻഡൻസ് ഷോർട്ടേജ് മുതൽ തുടങ്ങുന്ന ചെറിയ പ്രശ്നം മുതൽ മരണം വരെയാണ് സത്യത്തിൽ കാത്തിരിക്കുന്നത്. ഒരു ഇത്രയും വലിയ ഒരു പ്രസ്ഥാനത്തിനെതിരെയല്ല, സത്യത്തിൽ ആ ഒരു സംസ്കാരത്തിനെതിരെ, അധ്യാപകരെന്നല്ല ആരോടും ഇങ്ങനെ ആ സംസ്കാരത്തിനെതിരെയുള്ള ധാർഷ്ട്യമുള്ള സംസ്കാരത്തിനെതിരെ
ഇത്രയെങ്കിലും നിയമ പോരാട്ടം നടത്തി ഇതിനെ എക്സ്പോസ് ചെയ്ത് തുറന്ന് കാണിക്കാനുള്ള മാമിന്റെ ആ ഒരു മനധൈര്യത്തിന് മുന്നിൽ സല്യൂട്ട് ചെയ്യുകയാണ്. എന്തായാലും നമുക്ക് അറിയാം, ഇപ്പൊ ഒക്കെ കുറെയൊക്കെ ആളുകൾ തിരിച്ചറിയുകയും പൊളിറ്റിക്കൽ ആയിട്ടുള്ള പാർട്ടികളുടെ ടൂളുകളാണ് സ്റ്റുഡന്റ് വിങ്ങുകൾ എന്ന് മനസ്സിലാക്കുന്ന ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഇതിന് ഒരു വശത്ത് മാത്രമല്ല, പല കുട്ടികളും ഈ നാട്ടിൽ നിന്ന് രാജ്യം വിട്ട് പുറത്തേക്ക് പോകുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇന്ന് പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇത് കണ്ടും കേട്ടുമൊക്കെ മടുത്തിട്ടാണ്. എന്തായാലും ആർഷോയും ഈ പറഞ്ഞ റഹീമും പ്രധാനപ്പെട്ട പല നേതാക്കളുടെയും അവർക്കുള്ള യോഗ്യത അവർ ഏതെങ്കിലുമൊക്കെ കാലഘട്ടത്തിൽ ഏതെങ്കിലും അധ്യാപകർക്കെതിരെ ഇങ്ങനെ വളരെ മോശമായി പ്രതികരിക്കുകയും സംസാരിക്കുകയും ഏതെങ്കിലുമൊക്കെ ഒരു ഗുണ്ടാപ്പടയുടെ ഭാഗമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വിജയലക്ഷ്മി മാം നമ്മളൊക്കെ കൂടെയുണ്ട്. നമുക്ക് എന്തായാലും ഈ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിൽ, അതായത് സിസ്റ്റത്തെ വെല്ലുവിളിക്കുന്നവരെ എക്സ്പോസ് ചെയ്യേണ്ടതുണ്ട്. അതിന് എന്തായാലും മാമിന് ഒപ്പം ഞങ്ങൾ എന്തായാലും ഉണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് നന്ദി മാം മറുനാടോട് ചേർന്ന്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം.